ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 50. ഇന്നെന്താ അവൾ പഠിക്കാൻ വരാത്തേ? വിഷ്ണു വന്നിട്ടും വൈശാഖി മഹാദേവൻ്റെ അടുത്തേക്ക് ട്യൂഷന് പോയില്ല. കുറെ നേരം കഴിഞ്ഞിട്ടും വൈശുവിനെ കാണാഞ്ഞിട്ട് നോക്കി നടന്നവൻ കാണുന്നത് അടുക്കളയുടെ വാതിൽക്കലിരുന്ന് ബോണ്ടായെ കൊണ്ട് കാലിൽ കുഴമ്പിടിപ്പിക്കുന്ന പെണ്ണിനെയാണ്. അവനെ കണ്ടതും പെണ്ണ് പുറത്തെ ഇരുട്ടിലേക്ക് മുഖം തിരിച്ചു കളഞ്ഞു. തുള്ളി തുള്ളി അവിടെ കാലിനൊക്കെ വേദനയാണെന്ന്. ഇനിയിപ്പോൾ ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മതി പഠിത്തമെന്ന് ഞാൻ അവളോട് പറഞ്ഞേ. പത്മാവതി അവനെ ശ്രദ്ധിക്കാതെ തന്നെയാണ് മറുപടി കൊടുത്തത്. അതും വൈശുവിൻ്റെ കാല് തടവി കൊടുത്തുകൊണ്ട്. ആ അവളെയൊന്ന് നോക്കി അമർത്തി മൂളിയിട്ട് മഹാദേവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. മുത്തശ്ശി, ഇത് പ്രശ്നമാവുമോ? അവൻ അടുക്കളയിൽ നിന്നും പോയെന്ന് കണ്ടതും വൈശു പത്മാവതിയോട് രഹസ്യം പോലെ ചോദിച്ചു. എന്ത് പ്രശ്നമാവാൻ? കുറച്ചുനാൾ അവനെ ഗൗനിക്കാതെ നടക്ക്. നീ നോക്കിക്കോ, ആ ചെക്കൻ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ പുറകെ വരും. കുഴമ്പുകുപ്പിയുടെ അടപ്പ് അടച്ചു വെച്ചിട്ട് പത്മാവതി വാതിൽക്കൽ നിന്ന് എഴുന്നേറ്റു. ഒന്നും വേണ്ട മുത്തശ്ശി, സാർ എന്നോട് വെറുപ്പ് കാട്ടാതെ ഇരുന്നാൽ മതി. എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാതെ ഇരുന്നാൽ മതി. മുട്ടുവരെ പൊക്കി വെച്ചിരിക്കുന്ന ലൂസ് പാൻറ്റ് താഴ്ത്തി വെച്ചുകൊണ്ട് വൈശു അടുക്കളപ്പണിയിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു. ഒന്ന് പോയേ കൊച്ചെ നീ. ഈ മംഗലത്തെ കൊച്ചുമോള് നീ തന്നെയാ, എനിക്കതിലൊരു സംശയവും ഇല്ല. പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവർ അടുക്കളയിലേക്ക് കയറി. വൈശാഖി പിന്നാലെയും. മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സ് നിറയെ സന്തോഷം തോന്നിയെങ്കിലും അവൾ അതിനെ എങ്ങനെയൊക്കെയോ മനസ്സിലടക്കി പിടിച്ചു. മോളെ, വല്ലതും കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്. നാളെ രാവിലെ നേരത്തെ പോകണ്ടതല്ലേ നിനക്ക്? അതുമല്ല, നേരത്തെ എണീറ്റ് സാരിയൊക്കെ ഉടുക്കണം. അടുക്കളയിലെ പണിയൊതുക്കി തിരിഞ്ഞ ലക്ഷ്മി കാണുന്നത് പത്മാവതിയുടെ പിന്നിലായി നടന്നു വരുന്ന വൈശുവിനെ ആയിരുന്നു. എല്ലാവരും കഴിക്കുമ്പോൾ കഴിച്ചോളാം ലക്ഷ്മി അമ്മേ. അവൾ മടിച്ചു നിന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. മര്യാദയ്ക്ക് നേരത്തെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ വടിയെടുക്കും. പത്മാവതി കണ്ണുരുട്ടിക്കൊണ്ട് ശാസന പോലെ പറഞ്ഞതും അവൾക്ക് പിന്നീട് എതിർക്കാൻ തോന്നിയില്ല. ലക്ഷ്മി വിളമ്പിക്കൊടുത്ത ആഹാരം അടുക്കളയിൽ ഇരുന്നു കൊണ്ട് തന്നെ അവൾ കഴിച്ചു തീർത്തു. എന്നിട്ട് നേരെ മുറിയിലേക്ക് ചെന്ന് ഉറങ്ങുവാനായി കിടന്നു. വൈശാഖി എവിടെ? വിഷ്ണുവിനെ പഠിപ്പിച്ചു കഴിഞ്ഞ് അത്താഴം ഉണ്ണുവാൻ ഡൈനിങ് ടേബിളിൽ ചെന്ന മഹാദേവൻ അവളെ അവിടെ കാണാത്തതുകൊണ്ട് ഒട്ടൊരു സംശയത്തോടെ തിരക്കി. അവൾ നേരത്തെ കിടന്നു. മറുപടി കൊടുത്തത് ബാലു ആയിരുന്നു. എന്തുപറ്റി അവൾക്കെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവനത് മനഃപൂർവ്വം മനസ്സിലടക്കി. എങ്കിലും ആഹാരം കഴിച്ചു കഴിഞ്ഞവൻ അടഞ്ഞുകിടന്ന വൈശാഖിയുടെ മുറിയിലേക്ക് ഒന്ന് നോക്കിയതിന് ശേഷമാണ് തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയത് തന്നെ. എൻ്റെ ഈശ്വര, എൻ്റെ കുഞ്ഞിനെ ആരും കണ്ണു വെക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു. ഭംഗിയിൽ ഉടുപ്പിച്ച സെറ്റ് സാരിയുടെ മുന്താണി ഒരിക്കൽ കൂടി നേരെ പിടിച്ചിട്ട് കൊടുത്ത് ലക്ഷ്മി വൈശാഖിയുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് അവളുടെ മുഖത്തിനു ചുറ്റും കൈവിരൽ കൊണ്ടൊന്ന് ഒഴിഞ്ഞു വിട്ടു. ഓ ലക്ഷ്മിയമ്മേ. പതിവിലധികം വെളുത്തു ചുവന്നിരിക്കുന്നവളുടെ പെണ്ണിൻ്റെ കവളുകൾ ഒന്നും കൂടി കുങ്കുമ നിറത്തിലായി. ഞാൻ പറഞ്ഞതിലിപ്പോൾ എന്ത് തെറ്റാവുള്ളേ? എൻ്റെ കൊച്ചിനെ ഇപ്പോൾ കണ്ട കെട്ടിക്കാറായ ഒരു വലിയ പെണ്ണിനെ പോലെയാ ലക്ഷ്മിയമ്മയുടെ സുന്ദരി മോള്. അവളുടെ കാതിൽ കിടക്കുന്ന വെളുത്ത മുട്ടുകൾ പതിച്ച വലിയ ജിമുക്കയിലൊന്ന് തട്ടിയിട്ട് ലക്ഷ്മി അവളെ നോക്കി ഒറ്റ കണ്ണിറുക്കി കാട്ടി. ഈ ലക്ഷ്മിയമ്മ പെണ്ണിന് വീണ്ടും നാണം. വേം വായോ എൻ്റെ കൊച്ച്, ബാലോടെ ഒരുങ്ങി നിൽക്കുക കേട്ടോ. കഴിച്ചിട്ട് കോളേജിലേക്ക് വേഗം പോകാൻ നോക്ക്. അവളെ കണ്ട് മതിയായില്ലെങ്കിലും നെറുകയിൽ ഒത്തിരി ഇഷ്ടത്തോടെ ഒരു ഉമ്മ കൊടുത്തിട്ട് ലക്ഷ്മി ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വൈശാഖിയുടെ കണ്ണും മനവും ഒരുപോലെ നിറഞ്ഞു പോയിരുന്നു ആ നേരം. ഒരമ്മയുടെ വാത്സല്യം. ലക്ഷ്മിയുടെ ചുണ്ടുകൾ പതിഞ്ഞ നെറുകയിൽ അവൾ കണ്ണു നിറച്ചുകൊണ്ടൊന്ന് വിരലുകൊണ്ട് തൊട്ടു നോക്കി. ലക്ഷ്മിയമ്മയല്ല, എൻ്റെ അമ്മ തന്നെയാ. ആ കരച്ചിലിനിടയിലും അവളുടെ ചുണ്ടുകൾ ചിരിച്ചു നിന്നു എന്നതാണ് സത്യം. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു സാരി ഉടുക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരാൾ തന്നെ സ്നേഹത്തോടെ ഇങ്ങനെ ഒരുക്കി തന്നിട്ടുള്ളതും. എൻ്റെ മമ്മ ഒരിക്കലും തന്നെ ഇതുപോലെ ഒരുക്കിയിട്ടില്ല. ഇങ്ങനെ വാത്സല്യത്തോടെ ഒരു ഉമ്മ തന്നിട്ടില്ല. എന്തിനു കൂടുതൽ പറയണം, എൻ്റെ മോള് സുന്ദരിയാണെന്ന് എല്ലാ അമ്മമാരും പറയുന്നത് പോലെ ഇന്നേ വരെ ഒരു നല്ല വാക്ക് പോലും തന്നോട് പറഞ്ഞിട്ടില്ല. തിരിച്ചറിവായ കാലം തൊട്ടേ മമ്മ എന്നും തിരക്കിലായിരുന്നു. മകളുടെ കാര്യം നോക്കാനോ അവളുടെ വളർച്ച അറിയാനോ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. സ്വന്തം പ്രൊഫഷനെ മാത്രം സ്നേഹിക്കുന്നവർക്ക് എന്ത് കുഞ്ഞുങ്ങൾ, എന്ത് സ്നേഹം. ഒട്ടൊരു സങ്കടത്തോടെ ചിന്തിച്ചുകൊണ്ട് മുറിയിലെ അലമാരയുടെ വാതിലിൽ പിടിപ്പിച്ചിരിക്കുന്ന കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നു വൈശാഖി. അവൾ തൻ്റെ പ്രതിബിംബത്തിലേക്ക് ഉറ്റുനോക്കി. പുതിയൊരു വൈശാഖിയായിരുന്നു അവൾ അതിൽ കണ്ടത്.
ഒരുങ്ങാൻ ഇഷ്ടമില്ലാത്ത, ലളിതമായ മോഡേൺ ഡ്രസ് മാത്രം ധരിക്കുന്ന, ചിരിക്കാനറിയാത്ത വൈശാഖിയിൽ നിന്നും ഒരുപാട് മാറ്റമുള്ള പുതിയൊരു വൈശാഖി. ഈ വൈശാഖി ചുവന്ന കല്ലുകൾ വെച്ച പൊട്ട് തൊട്ടിട്ടുണ്ട്. കണ്ണുകളിൽ രണ്ടും കരിമഷി കൊണ്ട് കറുപ്പിച്ചു വെച്ചിട്ടുണ്ട്. മുഖത്ത് പൗഡർ ഇട്ടിട്ടുണ്ട്. ചുണ്ടുകളിൽ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ചുരുണ്ട മുടി നടുവിലൂടെ വകുപ്പെടുത്ത് പുറകിലേക്കെടുത്ത് ചീവി അത് പിന്നിയിട്ട് അതിൽ നിറച്ചും മുല്ലപ്പൂ ചൂടിയിട്ടുണ്ട്. വെളുത്ത അലുക്കുകളുള്ള വലിയ ജിംക കമ്മലുകൾ തൂക്കി ലക്ഷ്മി ദേവിയുടെ വലിയ ലോക്കറ്റുള്ള ടെമ്പിൾ ഡിസൈനിലുള്ള കാശിമാല ധരിച്ച് കൈ നിറയെ ചുവന്ന കുപ്പിവളകൾ അണിഞ്ഞ ഈ വൈശാഖി അതീവ സുന്ദരിയാണ്. സ്വർണ്ണ നൂലുകൊണ്ട് അലങ്കാരപ്പണികൾ ചെയ്ത ചുവന്ന ബ്ലൗസിൽ അവളുടെ വെളുപ്പ് എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു. ചെറിയ പ്ലീറ്റ് എടുത്തുടുപ്പിച്ച കസവ് സാരിയിൽ അവളുടെ ഉടലഴകുകൾ എടുത്തറിയിക്കുന്നുമുണ്ട്. ഒരു സൂര്യകാന്തി പൂ പോലെ വിരിഞ്ഞങ്ങനെ നിൽക്കുന്ന വൈശാഖി. അവൾക്ക് സന്തോഷം തോന്നി. ഒത്തിരി സന്തോഷം. ഒരുപാട് സന്തോഷം. കൂടെ ലക്ഷ്മിയമ്മയോടുള്ള നന്ദിയും. ഓണപ്പരിപാടികൾ ഉണ്ടെന്ന് അറിഞ്ഞ അന്ന് തന്നെ തന്നെയും കൊണ്ട് കടയിൽ പോയി വാങ്ങി വന്നതാണ് ഈ സാരിയും ബ്ലൗസും ഒക്കെ. മോളെ വേഗം വാ. പത്മാവതിയുടെ ഉച്ചത്തിലുള്ള വിളിയാണ് വൈശുവിനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. വരുവാ മുത്തശ്ശി. സ്വന്തം സൗന്ദര്യം ഒരിക്കൽ കൂടി കണ്ണാടിയിൽ നോക്കി ആസ്വദിച്ചിട്ട് തൻ്റെ ബാഗും എടുത്തവൾ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ മോള് സുന്ദരിയായിട്ടുണ്ട്. അവളെ കണ്ടത് ഹാളിലെ സെറ്റിയിലിരുന്ന പത്മാവതി പോലും എഴുന്നേറ്റ് നിന്നുപോയി. എൻ്റെ കുഞ്ഞിനെ ആരും കണ്ണുവെക്കാതിരുന്നാൽ മതിയായിരുന്നു. അവളുടെ കട്ടിക്കെഴുതിയ കണ്ണിലെ കരിയിൽ നിന്ന് ഇത്തിരി എടുത്ത് പെണ്ണിൻ്റെ കഴുത്തിൻ്റെ പിന്നിലായി തൊട്ടുകൊടുത്തു പത്മാവതി. പോ മുത്തശ്ശി. അവൾ ആ ബാഗ് സെറ്റിയിൽ വെച്ചിട്ട് നേരെ ഡൈനിങ് റൂമിലേക്ക് നടന്നു ചെന്നു നാണത്തോടെ. ഇതാര്? കാവിലെ ഭഗവതിയോ? കഴിക്കാനായി അങ്ങോട്ടേക്ക് ചെന്ന ബാലു അവളെ കണ്ട് ഒരു നിമിഷം അനങ്ങാ നിന്നുപോയി. കളിയാക്കല്ലേ ബാലുവേ. പെണ്ണു ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ടാണ് ബാലുവിനോടൊപ്പം നിന്ന് കൈ കഴുകിയതും കഴിക്കുവാനായി ഇരുന്നതും ഒക്കെ. ഷോ, കളിയാക്കിയതല്ല എൻ്റെ കുഞ്ഞെ. എൻ്റെ വയസ്സു കൊച്ച് ശരിക്കും സുന്ദരിയാ. അയാൾ ആ പെണ്ണിനെ ചേർത്ത് പിടിച്ചു. ബാലുവിൻ്റെ കൊച്ചും വേഗം കഴിച്ചിട്ട് പോകാൻ നോക്ക്. ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി കേട്ടോ. ലക്ഷ്മി അപ്പോഴേക്കും അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നിരുന്നു. അത് ശരിയാ, വേഗം കഴിക്കേണ്ട ബാലുകൊച്ചേ. ലക്ഷ്മി പാത്രത്തിൽ വിളമ്പിക്കൊടുത്ത ദോശയും ചമ്മന്തിയും വേഗം വാരി കഴിച്ചിട്ട് അവരവിടെ നിന്ന് എഴുന്നേറ്റു. മുത്തശ്ശി പോണേ, ലക്ഷ്മിയമ്മേ പോണേ. രണ്ടുപേരും വിഷ്ണുവിനോട് പറഞ്ഞേക്കണേ ഞാൻ പോയിന്ന്. സെറ്റിയിലിരുന്ന ബാഗും എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് വൈശു ലക്ഷ്മിയുടെയും മുത്തശ്ശിയുടെയും കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് ബാലുവിൻ്റെ പിന്നാലെ ഉമ്മറത്തെ പടികൾ ഇറങ്ങി. കാർ തുടച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുവൻ്റെ കണ്ണുകൾ പെട്ടെന്നാണ് വൈശാഖിയിൽ ഉടക്കിയത്. വൈശു കൊച്ചേ, നിന്റെ കാറിൻ്റെ ചാവി ഇങ്ങോട്ട് താ, ഞാൻ ഓടിക്കാം. മുറ്റത്ത് നിന്ന് സ്വന്തം കാറ് തുടച്ചുകൊണ്ട് നിൽക്കുന്ന മകനെ ഒന്ന് പാളി നോക്കിയിട്ട് ബാലു വൈശാഖിക്ക് നേരെ കൈനീട്ടി. ആ. ഉടുത്തുകൊണ്ടിരിക്കുന്ന സാരിയുടെ മുന്താണി ഒന്ന് ഒതുക്കി വെച്ചിട്ടവൾ കയ്യിലിരുന്ന കാറിൻ്റെ കീ അയാൾക്ക് നേരെ നീട്ടി. അബദ്ധവശാൽ പോലും മഹാദേവൻ്റെ നേരെ നോക്കാതിരിക്കാൻ അവൾ ആ നേരം മനഃപൂർവ്വം ശ്രദ്ധിച്ചിരുന്നു. കാരണം മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കണ്ടതാണ് സാറ് തന്നെ വല്ലാത്ത രീതിയിൽ ഒരു നിമിഷം നോക്കി നിന്നത്. ചിലപ്പോൾ സാരി ഉടുത്ത് കണ്ടതിൻ്റെ പകപ്പിലാകാം, അല്ലെങ്കിൽ സാറിൻ്റെ കൂടെ പോവാതെ താൻ ബാലുവിൻ്റെ കൂടെ പോകുന്നത് കൊണ്ടാവാം. എന്താണെങ്കിലും ആ നോട്ടം തന്നെ വല്ലാതെ കൊല്ലുന്നുണ്ട്. വൈശാഖി മനസ്സിൽ ചിന്തിച്ചു. കയറിക്കോ, സാരിയൊക്കെ ചുളുങ്ങാൻ നോക്കിക്കോണേ വൈശു കൊച്ചേ. കോളേജിൽ നമുക്കൊരു ജെത്തി എത്തേണ്ടതാ. ചിരിയോടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന ബാലു ഉടുത്തിരിക്കുന്ന തേച്ചു മടക്കി വടി പോലെ വെച്ചിരിക്കുന്ന തൻ്റെ സ്വർണ്ണക്കറിയുള്ള വസവും കൊണ്ട് നേരെ പിടിച്ചിട്ടു. എന്നിട്ട് ഇട്ടിരിക്കുന്ന മെറൂൺ നിറമുള്ള ഷർട്ടിൻ്റെ മടക്കി വെച്ചിരിക്കുന്ന സ്ലീവ് മുട്ടിന് മുകളിലേക്ക് മടക്കി കയറ്റി വെച്ചു. വൈശാഖി മെല്ലെ വളരെ ശ്രദ്ധയോടെ വണ്ടിയുടെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. എന്നിട്ട് ഡോർ അടച്ചു. പോകാം. വണ്ടി ഓൺ ചെയ്തിട്ട് ബാലു അവളോട് അഭിപ്രായം ചോദിച്ചതും നിറഞ്ഞ ചിരിയോടെ പെണ്ണ് തലയാട്ടി കാട്ടി. ബാലു പൊടുന്നനെ വണ്ടി വളച്ച് മുന്നോട്ടേക്കെടുത്തു. എന്നിട്ട് മഹാദേവൻ്റെ അരികിലേക്ക് കൊണ്ടുവന്ന് സ്ലോ ചെയ്ത് നിർത്തി. ദേവാ, ഞങ്ങൾ ഇറങ്ങുന്നു കേട്ടോ, നീ അങ്ങോട്ടേക്ക് വേഗം വന്നേക്കണം. തങ്ങളെ ഉറ്റുനോക്കി നെറ്റി ചുളിച്ചുകൊണ്ട് നിൽക്കുന്ന മഹാദേവനോട് വിൻഡോയിലൂടെ പുറത്തേക്ക് തലയിട്ടുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞയാൾ. മഹാദേവൻ മറുത്തൊന്നും പറഞ്ഞില്ല. അവരെ നീരസത്തോടെ നോക്കിക്കൊണ്ട് നിന്നു, അത്രമാത്രം. പോയിട്ട് വാ പിള്ളാരെ. ഉമ്മറത്ത് അവരെ യാത്രയാക്കാൻ വേണ്ടി നിൽക്കുന്ന പത്മാവതി അവരെ നോക്കി അപ്പോഴേക്കും കൈപൊക്കി കാട്ടിയിരുന്നു. പോയിട്ട് വരാവേ മുത്തശ്ശി, ലക്ഷ്മിയമ്മേ പോവാണേ.
പത്മാവതിയോടും ലക്ഷ്മിയോടും വൈശു യാത്ര പറഞ്ഞു. അവരും തിരിച്ച് കൈയാട്ടി യാത്ര പറഞ്ഞതും ബാലുവിൻ്റെ കാർ ഗേറ്റും കടന്ന് വഴിയിലേക്ക് ഇറങ്ങിയിരുന്നു. ഒരേ കോളേജിലേക്ക് പോകാൻ 2 കാറോ? പെട്രോളിനൊക്കെ ഇപ്പം എന്നാ വിലയാണെന്നറിയാവോ? അതെങ്ങനെ ദൂർത്തടിക്കാൻ എൻ്റെ അപ്പനെ കഴിഞ്ഞ് ഈ വീട്ടിൽ ആളുള്ളൂ. ഉള്ളിലുള്ള നീരസം അവൻ പുറത്തേക്ക് പറഞ്ഞതും അത് കേട്ട് നിന്ന പത്മാവതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവൻ മുഖം കൊട്ടി പിടിച്ചുകൊണ്ട് അവനെ നോക്കിയിട്ട് തിരിച്ചു മുറിക്കുള്ളിലേക്ക് നടന്നു. മോനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. അവനും പിറുവിറുത്തുകൊണ്ട് ഉമ്മറപ്പടികൾ കയറി. എൻ്റെ ദൈവമേ, ഇതെന്നാ സൂപ്പറാണെന്നേ. എടി, നിനക്ക് ഇത്ര സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്നോ? വൈശാഖി ക്ലാസ്സിൽ ചെന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് റോസ്. മണിക്കൂറൊന്ന് കഴിഞ്ഞിട്ടും അവളുടെ അന്താളിപ്പും പകുപ്പും കഴിഞ്ഞിരുന്നില്ല. എടി എടി എടി, എൻ്റെ കൊച്ചിനെ കണ്ണു വെക്കാതെടി. വൈശാഖിയെ തന്നെ തുറച്ചു നോക്കിയിരിക്കുന്ന റോസിൻ്റെ തലയിൽ ഒരു ഞൊട്ട് വെച്ചു കൊടുത്തു ബാലു. എന്നിട്ട് പൂക്കള മത്സരത്തിനായുള്ള പൂവുകൾ പിച്ചിയെടുക്കാൻ തുടങ്ങി. അയ്യോടാ, മരുമോളെ പറഞ്ഞപ്പോൾ അമ്മായിയപ്പന് പിടിച്ചില്ല. റോസ് അയാളെ കളിയാക്കിക്കൊണ്ട് തല തിരുമ്മി. ഞങ്ങൾക്ക് ആകെപ്പാടെയുള്ളൊരു മരുമോള, നീ അതിനെ കണ്ണു വെക്കരുത് പ്ലീസ്. വളരെ നാടകീയതയോടുകൂടി ഭാസ്കരൻ അവൾക്ക് മുമ്പിൽ കൈകൂപ്പി. വൈശാഖി ഇതെല്ലാം കൊണ്ട് ചിരിച്ചുകൊണ്ടിരുന്ന അല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ജോബിനും നിർമ്മലും കൂടെ എത്തി. അവരും മുണ്ടും ഷർട്ടുമായിരുന്നു വേഷം. ഓണാഘോഷ പരിപാടികളുടെ വോളണ്ടിയേഴ്സ് വന്ന് പറഞ്ഞപ്പോഴേക്കും ഒരുക്കി വെച്ച പൂവുകളുമായി അവർ ക്ലാസ് റൂമിൽ നിന്നും വരാന്തയിലേക്ക് ഇറങ്ങി. ബെല്ലടിച്ചപ്പോൾ മത്സരം തുടങ്ങി. ഓരോ ക്ലാസ്സുകാരും അവരവരുടെ ക്ലാസ്സിന് മുൻപിലായിട്ടാണ് അത്തപ്പൂക്കളങ്ങൾ ഇടുന്നത്. വൈശാഖിയുടെ ക്ലാസ്സിലെ ഒരു കുട്ടി വന്ന് തറയിൽ പാറ്റേൺ വരച്ചു. കുട്ടികളിൽ ചിലർ ചേർന്ന് ഓരോ കളത്തിലും പൂക്കൾ നിറയ്ക്കുവാനായി തുടങ്ങി. സ്റ്റാഫ് റൂമിൻ്റെ അടുത്തുള്ള ക്ലാസ് ആയിരുന്നതിനാൽ മിക്ക ടീച്ചേഴ്സും അവരുടെ പൂക്കളം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കെപ്പോഴും മഹാദേവൻ വന്നൊന്ന് എത്തി നോക്കി. പൂക്കളം ഇട്ടുകൊണ്ടിരുന്ന വൈശാഖിയെ നോക്കിയപ്പോൾ അറിയാതെ ആ നേരം അവളും മഹാദേവനെ ഒന്ന് നോക്കിപ്പോയി. ഇരുവരുടെയും കണ്ണുകൾ ഇടഞ്ഞു. എങ്കിലും പെട്ടെന്ന് തന്നെ മാറ്റിക്കളഞ്ഞു. ആളും ഒരു മുണ്ട് ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത്. മാമ്പഴ നിറത്തിലുള്ള ഒരു ഫുൾ കൈ ഷർട്ടും കസവ് ബോർഡറുള്ള ഒരു വെള്ളമുണ്ടും. നെറ്റിയിൽ തൊട്ടിരിക്കുന്ന ചന്ദനക്കുറി പതിവ് പോലെ അന്നും ഉണ്ടായിരുന്നു. സമയം കഴിയാറായി, വേഗം ചെയ്തു തീർത്തോളൂ. സ്വന്തം ക്ലാസ് ആയതുകൊണ്ടാവാം അവൻ അത്രമാത്രം കുട്ടികളോട് പറഞ്ഞു. പൂക്കളം പരിശോധിക്കുവാൻ വേണ്ടി വോളണ്ടിയേഴ്സും അധ്യാപകരും അടങ്ങുന്ന ഒരു ടീമിനെ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. സമയം കഴിഞ്ഞതും അവർ എല്ലാ ക്ലാസ്സുകാരും ഇട്ടിരിക്കുന്ന അത്തപ്പൂക്കളം പരിശോധിച്ചു. അതിൻ്റെ റിസൾട്ട് വൈകുന്നേരത്തെ അനൗൺസ്മെൻറ്റ് ചെയ്യുമെന്ന് ഉറപ്പും കൊടുത്തു. അടുത്തതായിട്ട് കൾച്ചറൽ പരിപാടികളായിരുന്നു. അതിനായി എല്ലാ കുട്ടികളെയും കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. പ്രിൻസിപ്പാൾ സേതുമാധവനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരും വേദിയിലെ ആദ്യത്തെ നിരകളിലായി ഇരിപ്പുറപ്പിച്ചു. സ്വാഗത പ്രസംഗവും ഈശ്വരപ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞു. ഓരോ ക്ലാസ്സുകാരും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾക്ക് തുടക്കമായി. 1-2 പരിപാടികൾ കഴിഞ്ഞപ്പോഴായിരുന്നു വൈശാഖിയുടെയും ഗ്രൂപ്പിൻ്റെയും ഡാൻസ്. അവളും കൂട്ടുകാരും മെല്ലെ സ്റ്റേജിലേക്ക് കയറി. വേദിയുടെ ഒരരികിൽ സിദ്ധാർത്ഥ് അവളെ തന്നെ കണ്ണുകൾ വിടർത്തി നോക്കി നിൽക്കുന്നത് കണ്ടിട്ടും വൈശാഖി അങ്ങോട്ടേക്ക് മനഃപൂർവ്വം ശ്രദ്ധിച്ചില്ല. അവളുടെ മനസ്സ് മുഴുവനും ഒരു കർട്ടനപ്പുറം തൻ്റെ നൃത്തം കാണുവാനായി കാത്തിരിക്കുന്ന മഹാദേവനായിരുന്നു. ഉടുത്തുകൊണ്ട് വന്ന സെറ്റ് സാരി തന്നെയായിരുന്നു അവരുടെ ഡാൻസിൻ്റെ വേഷം. സാധാരണ ഒരുക്കത്തിന് പുറമെ ഒരു വീതിയുള്ള അരപ്പട്ട എല്ലാവരും അണിഞ്ഞിട്ടുണ്ടായിരുന്നു. കാലിൽ ചിലങ്കയും നെറ്റിയിൽ ചുട്ടിയും. പൊടുന്നനെ കട്ടനുയർന്നു. പാട്ട് തുടങ്ങി. ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള ഗാനം. നമസ്കാരം ചെയ്ത് നൃത്തം തുടങ്ങുന്നതിന് മുൻപേ തന്നെ അവളുടെ കണ്ണുകൾ ആ ഒരുവന് വേണ്ടി തിരഞ്ഞിരുന്നു. ഒടുവിൽ അവൾ കണ്ടെത്തി ആദ്യത്തെ വരിയുടെ ഏറ്റവും അറ്റത്തെ കസേരയിലിരിക്കുന്ന തൻ്റെ പ്രണയത്തെ. ആ ഒരുവനെ കണ്ണിലും മനസ്സിലും നിറച്ചിട്ട് കയ്യും മെയ്യും മറന്ന് വൈശാഖി ആടിത്തുടങ്ങി. അവളപ്പോൾ മനസ്സുകൊണ്ട് പാർവതിയായിരുന്നു. തൻ്റെ മുൻപിലിരിക്കുന്ന തൻ്റെ പ്രാണനെ വർണ്ണിക്കുന്ന പാർവതി. അവൾ തീർക്കുന്ന മായാജാലത്തിൽ ആ ഓഡിറ്റോറിയം ഇരുന്നവർ എല്ലാവരും മയങ്ങിപ്പോയി. കൂട്ടത്തിൽ മഹാദേവനും. അത്രയ്ക്കും ഗംഭീരമായിരുന്നു അവളുടെ ചലനങ്ങൾ. ബാലുവും കൂട്ടരുമാണെങ്കിൽ അവളുടെ നാട്യം കണ്ട് അഹങ്കാരത്തോടെ തല ഉയർത്തി പിടിച്ചു നിന്നുപോയി. നൃത്തത്തിൻ്റെ അവസാനം അടുക്കാറായതും എന്തുകൊണ്ടോ വൈശാഖിയുടെ കണ്ണുകൾ തൻ്റെ ഡാൻസ് ശ്രദ്ധയോടെ ആസ്വദിച്ചിരിക്കുന്ന മഹാദേവൻ്റെ നേരെ നീണ്ടു ചെന്നു. അവൾ പോലും അറിയാതെ ഒരു നിമിഷം ചുറ്റുമുള്ളതിനെ മറന്നുപോയവൾ അവനെ നോക്കി കണ്ണും കൈകളും ചലിപ്പിച്ചു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. വായിക്കുന്നവരും ഈ സ്റ്റോറി കേൾക്കുന്നവരും എല്ലാവരും ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം എഴുതിയിട്ട് പോയണേ.
പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് ഈ സ്റ്റോറി കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ, പ്ലീസ്.